ഹായ്, മാർക്കോവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. 3 boys A, B and C sit in a circle such that B is right of A and C is right of B. 3 കുട്ടികൾ വട്ടത്തിൽ ഇരിക്കുകയാണ്. അതിൽ ഒരാളിയെ അപ്പൊ എയുടെ വലത് ഭാഗം ഇങ്ങോട്ടല്ലേ, റൈറ്റ് ഇങ്ങോട്ടാണ്, ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. അപ്പൊ എയുടെ റൈറ്റിലാണ് ബി ഇരിക്കുന്നത്. എയുടെ റൈറ്റിലാണ് ബി, അതേപോലെ ബിയുടെ റൈറ്റിലാണ് സി. കണ്ടോ, എയുടെ റൈറ്റിലാണ് ബി, ബിയുടെ റൈറ്റിലാണ് സി. ഇനി എന്താണ് പറയുന്നത്, ഇവർ ബാള് പാസ് ചെയ്ത് കളിക്കുകയാണ്. ദേ പ്ലേ എ ഗെയിം ഓഫ് പാസിംഗ് എ ബാൾ എമോങ് ദം. അവർ പരസ്പരം ബാൾ എറിഞ്ഞ് കളിക്കുകയാണ്. ഈച്ച് ബോയ് പാസസ് ദ ബാൾ ടു ദ വൺ ഓൺ ഹിസ് റൈറ്റ് വിത്ത് പ്രോബിലിറ്റി 2/3 ആൻഡ് ടു ദ വൺ ഓഫ് ഹിസ് ലെഫ്റ്റ് വിത്ത് പ്രോബിലിറ്റി 1/3. അതായത് റൈറ്റിലേക്ക് ബോൾ പാസ് ചെയ്യണത് പ്രോബിലിറ്റി 2/3 ആണ്. റൈറ്റിലോട്ട് എ ഇപ്പം റൈറ്റ്, എയുടെ റൈറ്റ് ഇങ്ങോട്ടല്ലേ, എ റൈറ്റിലോട്ട് ബോൾ പാസ് ചെയ്യുകയാണെങ്കിൽ പ്രോബിലിറ്റി എന്താണ്, 2/3 ആണ്. അതേപോലെ ബി റൈറ്റിലോട്ട് ബാൾ പാസ് ചെയ്യുകയാണെങ്കിൽ പ്രോബിലിറ്റി 2/3. സി റൈറ്റിലോട്ട് പ്ലേ ചെയ്യുകയാണെങ്കിലും എന്താണ്, 2/3. കണ്ടോ, അപ്പൊ റൈറ്റിലോട്ട് ബാള് പാസ് ചെയ്യുകയാണെങ്കിൽ പ്രോബിലിറ്റി 2/3 ആണ്. തിരിച്ച് ലെഫ്റ്റിലോട്ടാണെങ്കിലോ, എക്ക് സിയിലോട്ട് കൊടുക്കാമല്ലോ, അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി 1/3 ആണ്. അതേപോലെ സിക്കും ബിയിലോട്ട് കൊടുക്കാം, അത് 1/3 ആണ്. അതേപോലെ ബിക്ക് എയിലോട്ട് കൊടുക്കാം, അതും 1/3 ആണ്. അപ്പൊ റൈറ്റിലോട്ട് ബാൾ പാസ് ചെയ്യുകയാണെങ്കിൽ പ്രോബിലിറ്റി 2/3 ആണ്. ലെഫ്റ്റിലോട്ട് ബാൾ പാസ് ചെയ്യുകയാണെങ്കിൽ പ്രോബിലിറ്റി 1/3 ആണ്. ഇവിടെ എന്തില്ല, നമ്മുടെ TPM ഇല്ല, ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് ഇല്ല. അത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് പി കണ്ടുപിടിക്കണം. എന്താണ് നമ്മളിപ്പോ ആദ്യം പറയുന്നത്, ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, ഇനിഷ്യലി ദ ബാൾ ഈസ് ഈക്വലി ലൈക്ലി വിത്ത് എ ഓർ ബി. ഇനിഷ്യൽ പൊസിഷൻ അത് എക്കും ബിക്കും ഈക്വൽ ആണ്. അപ്പൊ എയിൽ ഇനിഷ്യൽ ബോൾ ഇരിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്, 1/2 ആണ്. ബിയുടെ കയ്യിൽ ബോൾ ഇരിക്കാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. സിക്ക് നമ്മൾ ചാൻസ് ഇല്ല. ഇനിഷ്യലി ദ ബാൾ ഈസ് ഈക്വലി ലൈക്ലി വിത്ത് എ ഓർ ബി. ഇനിഷ്യലി ഈ ബാൾ എവിടെയാണ്, എയുടെ കയ്യിൽ അല്ലെങ്കിൽ ബിയുടെ കയ്യിലാണ്. പിന്നെ എന്താണ് പറയുന്നത്, മോഡൽ ദ ഗെയിം ആസ് എ മാർക്കോവ് ചെയിൻ. നമുക്കൊരു മാർക്കോവ് ചെയിൻ ആയിട്ട് ഇതിനെ മോഡൽ ചെയ്യണം. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ബാൾ വിത്ത് ഈച്ച് വൺ ഓഫ് ദം അറ്റ് ദി എൻഡ് ഓഫ് 2 റൗണ്ട്സ്. 2 റൗണ്ട്സ് കഴിയുമ്പോഴത്തേക്ക് ഈ ബാൾ ഓരോരുത്തരുടെ കയ്യിൽ ഇരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. 2 റൗണ്ട്സ് കഴിയുമ്പോഴത്തേക്ക് ഈ ബോൾ ഓരോരുത്തരുടെ കയ്യിൽ ഇരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പറയും, ലെറ്റ് us ഡിഫൈൻ എ റാൻഡം പ്രോസസ് ആസ് ഫോളോസ്. xn എന്ന് പറയുന്നത് 1 എന്താണ്, ഇഫ് ദ ബാൾ ഈസ് വിത്ത് എ അറ്റ് ദി എൻഡ് ഓഫ് nth റൗണ്ട്. nth റൗണ്ട് കഴിയുമ്പോഴേ ഈ ബോൾ എയുടെ കയ്യിലേക്കുള്ള പ്രോബിലിറ്റിയാണ് 1. ഇനി എന്താണ്, nth റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ബോൾ ബിയുടെ കയ്യിലേക്കുള്ളതാണ് 2. നമ്മൾ അങ്ങനെ എടുക്കുകയാണേ. nth റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ബാൾ സിയുടെ കയ്യിലിരിക്കുന്നതാണ് 3. ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്തു. നമുക്കിനി ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണുള്ളത്, ഇപ്പൊ എയും ബിയും സിയും ഒക്കെ അല്ലേ, എ ബി സി. ഇവിടെയും എ ബി സി ഇങ്ങനെയാണല്ലോ. നമുക്കിത് മേക്ക് ചെയ്യണം. എയിൽ നിന്നും എയിലേക്കുള്ള കാര്യം പറയുന്നില്ലല്ലോ, അത് 0. അതേപോലെ ബിയിൽ നിന്നും ബിയിലേക്കും പറയുന്നില്ല, 0. സിയിൽ നിന്നും സിയിലേക്കും പറയുന്നില്ല, 0. ഇനി എന്താണ്, എ ബിയിലേക്ക് പാസ് ചെയ്യുമ്പോൾ എന്താണ്, എ ബിയിലേക്ക് പാസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എ ടു ബി അത് 2/3 ആണ്. എ ടു സി എന്താണ്, എ ടു സി 1/3 ആണ്. റോ വൈ സം ആക്കുമ്പോൾ സം 1 ആയിരിക്കും, റോ വൈ സം 1 ആയിരിക്കും. അടുത്ത് ബി ടു എ എന്താണ്, ബിയിൽ നിന്ന് എയിലേക്ക് ബി ടു എ 1/3. ബി ടു സി എന്താണ്, 2/3. റോ വൈ സം 1 തന്നെയല്ലേ, 1/3 പ്ലസ് 2/3 1 തന്നെയാണ്. അടുത്ത് സി ടു എ എന്താണ്, സി ടു എ 2/3. സി ടു ബി എന്താണ്, സി ടു ബി തിരിച്ചാണ് 1/3. സി ടു സി 0 ആണ്. എന്തായാലും അവിടെ എന്താണ്, റോ വൈ സം 1 ആണ്. അപ്പൊ നമ്മളിവിടെ എന്ത് മേക്ക് ചെയ്തു, ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് മേക്ക് ചെയ്തു. ഇനി നമുക്ക് 2 റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ബോൾ ഓരോരുത്തരുടെ കയ്യിൽ ഇരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ചെയ്യാം.
നോക്കുന്നത് പൈ എൻ എന്താണ്, എൻ റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞതാണ്. പൈ എൻ എന്ന് പറയുന്നത് പി ആദ്യത്തെ എലമെന്റ് എന്താണ്, പി ഓഫ് എക്സ് എൻ ഈക്വൽ ടു 1. എക്സ് എൻ ഈക്വൽ ടു 1 വരാനുള്ള പ്രോബിലിറ്റി. അടുത്ത് പി ഓഫ് എക്സ് എൻ ഈക്വൽ ടു 2 ആണ് സെക്കൻഡ് എലമെന്റ്, പി ഓഫ് എക്സ് എൻ ഈക്വൽ ടു 3 ആണ് തേർഡ് എലമെന്റ്. ഇങ്ങനെ ഒരു റോ മെട്രിക്സ് ആണ് വരുന്നത്. പൈ 0 എന്താണ്, നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷൻ എന്താണ്, എങ്ങനെ വരും, പി ഓഫ് എക്സ് 0 ഈക്വൽ ടു 1. ഇനിഷ്യലി 1 എന്ന് പറയുമ്പോൾ എന്താണ്, ഇനിഷ്യലി ബോൾ അറ്റ് എ അല്ലേ. പ്രോബിലിറ്റി ഓഫ് എക്സ് 0 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനിഷ്യലി ബോൾ അറ്റ് ബി. അടുത്ത പ്രോബിലിറ്റി ഓഫ് എക്സ് 0 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനിഷ്യലി ബോൾ അറ്റ് സി അല്ലേ. നമ്മൾ 1 പറയുന്നത് എയുടെ കയ്യിൽ ബോൾ ഇരിക്കുന്നത് 1, ബിയുടെ കയ്യിൽ ബോൾ ഇരിക്കുന്നത് 2, സിയുടെ കയ്യിൽ ബോൾ ഇരിക്കുന്നത് 3. അപ്പൊ ഇനിഷ്യൽ പൊസിഷൻ എന്താണ്, നമ്മുടെ ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഇനിഷ്യലി ദ ബാൾ ഈസ് ഈക്വലി ലൈക്ലി വിത്ത് എ ഓർ ബി. ഇനിഷ്യലായിട്ട് നമ്മുടെ ബോൾ എവിടെയാണ്, എയുടെ കയ്യിൽ അല്ലെങ്കിൽ ബിയുടെ കയ്യിലായിരിക്കും. അപ്പൊ എയുടെ കയ്യിലിരിക്കാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്, ബിയുടെ കയ്യിലിരിക്കാനുള്ള പ്രോബിലിറ്റിയും 1/2 ആണ്. അപ്പൊ സിയുടെ കയ്യിലിരിക്കാനുള്ള പ്രോബിലിറ്റി ഇല്ലല്ലോ, 0. കണ്ടോ, ഇതെന്താണ്, ഇത് എന്ത് റൗണ്ടിലെ കാര്യമാണ്, ഇത് ഇനിഷ്യൽ പൊസിഷൻ ആണ്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ 2 റൗണ്ട് കഴിയുമ്പോഴേ പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് 2 റൗണ്ട്സ്. അപ്പോഴാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കിനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്, 2 റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ പ്രോബിലിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. പൈ ടു കണ്ടുപിടിക്കണം. n ഈക്വൽ 2 വരുമ്പോൾ പൈ 2 കണ്ടുപിടിക്കണം. പൈ 2 എന്ന് പറഞ്ഞാൽ പൈ 0 ഇൻറ്റു പി സ്ക്വയർ എന്നാണ്. പൈ 0 പി സ്ക്വയർ എന്താണ്, 0 to 2 2 സ്റ്റെപ്പ്, അതുകൊണ്ട് പി സ്ക്വയർ. നമ്മുടെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോർമുല പൈ എൻ ഈക്വൽ ടു പൈ 0 ഇൻറ്റു പി റൈസ് ടു എൻ എന്നാണ്. ഇതാണ് ഫോർമുല. nth റൗണ്ട് പൈ എൻ എന്ന് പറയുന്നത് പൈ 0 ഇൻറ്റു പി റൈസ് ടു എൻ. ഇവിടെ സെക്കൻഡ് റൗണ്ട് ആണ്, സെക്കൻഡ് റൗണ്ട്, അതുകൊണ്ട് പൈ 2 ഈക്വൽ ടു പൈ 0 ഇൻറ്റു പി സ്ക്വയർ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. എന്താണ് ഈ പൈ 0? പൈ 2 കണ്ടുപിടിക്കണം. പൈ 0 നമുക്ക് അറിയാലോ. പൈ 0 എന്താണ്, ആ ഇനിഷ്യൽ പ്രോബിലിറ്റി പറയുന്നുണ്ട്. ഇതാണ് പൈ 0 എന്ന് പറയുന്നത് 1/2 0. എന്ത് വേണം, പി സ്ക്വയർ വേണം. നമുക്ക് പി അറിയാം, പി ഇൻറ്റു പി ആണ് പി സ്ക്വയർ. പി സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത്, പി സ്ക്വയർ ചെയ്ത് നോക്കുക, 4/9 1/9 4/9 4/9 4/9 1/9 1/9 4/9 4/9. ഇതൊന്ന് ഇന്ത്യ നോക്കാം. ഇന്ത്യ നോക്കുമ്പോൾ കിട്ടുന്നത് 8/18 5/18 5/18 ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ എന്താണ് കിട്ടിയത്, എന്ത് റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് എയുടെ കയ്യിൽ ബോൾ ഇരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് 8/18. ബിയുടെ കയ്യിൽ, അതായത് സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് എയുടെ കയ്യിൽ ബോൾ ഇരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് 8/18, ബിയുടെ കയ്യിൽ ബോൾ ഇരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് 5/18, സിയുടെ കയ്യിൽ ബോൾ ഇരിക്കാനുള്ള പ്രോബിലിറ്റി വീണ്ടും 5/18 ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. നമ്മൾ കണ്ടുപിടിക്കൊണ്ടായിരുന്നത്. ദാറ്റ്സ് ദി പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് the ball with A, B and C at the end of 2 rounds. 2 റൗണ്ട്സ് കഴിയുമ്പോഴത്തേക്ക് ഈസ് 8/18 5/18 ആൻഡ് 5/18. കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിനകത്തുള്ള മെയിൻ കാര്യം എന്താണ്, നമുക്ക് TPM മേക്ക് ചെയ്യാൻ പറ്റിയാലേ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒന്ന് ക്ഷമയോടെ വായിച്ചു നോക്കുക. അതിനകത്തുള്ള ഡീറ്റെയിൽസ് അനുസരിച്ച് നമുക്കൊരു TPM മേക്ക് ചെയ്യുക. ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ്. ആ പി ഇവിടെ ഇല്ലായിരുന്നു. ആ പി കണ്ടുപിടിച്ചാലേ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ പി കണ്ടുപിടിക്കുന്നതിനാണ് നമ്മളൊരു ഫിഗറൊക്കെ വരച്ച് നോക്കിയത്. അവരിയ്ക്കുന്ന പൊസിഷൻ വെച്ചിട്ട് നമ്മളൊരു ഫിഗറൊക്കെ വെച്ചിട്ട് നമ്മൾ TPM മേക്ക് ചെയ്തു. TPM മേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് റൗണ്ട് കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ഫോർമുല, എന്താണ്, പൈ എൻ ഈക്വൽ ടു പൈ എൻ എന്ന് പറയുന്നത് ഫോർമുല പൈ 0 ഇൻറ്റു പി റൈസ് ടു എൻ എന്നാണ്.
നമ്മളിവിടെ പൈ 2 ചെയ്യുമ്പോഴത്തേക്ക് പൈ 0 ഇൻറ്റു 2 സ്റ്റെപ്പല്ലേ പി സ്ക്വയർ ഉണ്ടോ, ഇതാണ് യൂസ് ചെയ്തത്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ടി പി എൻ തന്നിട്ടുണ്ട്, ഒരു മാർക്കോവ് ചെയിന്റെ ട്രാൻസാക്ഷൻ പ്രോബിലിറ്റി മെട്രിക്സ് തന്നിട്ടുണ്ട് പി. നമുക്ക് ഫൈൻ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി പി റൈസ് ടു എൻ. ഇതെന്താണ്? ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. എന്താണ് ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? നമുക്ക് പൈ ഈക്വൽ ടു പൈ 1 പൈ 2 ഇങ്ങനെ കിട്ടണം അല്ലേ? സിൻസ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ഹാസ് സൈസ് 2/2, ദിസ് ഈസ് എ 2 സ്റ്റെപ്പ് മാർക്കോവ് ചെയിൻ. If pi equal to pi 1 pi 2 is the limiting distribution vector, we have the following relation. എന്താണ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി പി റൈസ് ടു n ഈക്വൽ ടു ഇങ്ങനത്തെ ഒരു മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുക. ഇതാണ് ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇതെങ്ങനെ കിട്ടും? ഇവിടെ 2 എലമെന്റേ ഉള്ളൂ, പൈ 1ഉം പൈ 2ഉം. ഈ പൈ 1ഉം പൈ 2ഉം കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ 2 റിലേഷൻസ് ഉണ്ട്, അത് സോൾവ് ചെയ്യുമ്പോഴാണ് പൈ 1ഉം പൈ 2ഉം കിട്ടുന്നത്. പൈ 1 ആൻഡ് പൈ 2 ആർ ഒബ്റ്റൈൻഡ് ബൈ സോൾവിംഗ് പൈ ഈക്വൽ ടു പൈ പി ആൻഡ് പൈ 1 പ്ലസ് പൈ 2 ഈക്വൽ ടു 1. ഈ 2 റിലേഷൻ കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പൈ 1ഉം പൈ 2ഉം കിട്ടും. എന്താണ് റിലേഷൻ? അതായത് വാല്യൂസ് പൈ 1 ആൻഡ് പൈ 2 ആർ ഒബ്റ്റൈൻഡ് ബൈ സോൾവിംഗ് ദീസ് 2 റിലേഷൻസ്. പൈ ഈക്വൽ ടു പൈ പി ആൻഡ് പൈ 1 പ്ലസ് പൈ 2 ഈക്വൽ ടു 1. എന്താണ് ഈ പൈ ഈക്വൽ ടു പൈ പി എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും ഒരു സൈഡ് ആക്കുമ്പോഴേ പൈ പി മൈനസ് പൈ ഈക്വൽ ടു 0 എന്നല്ലേ? പൈ വെളിയിലാക്കാം, അപ്പൊ എന്ത് വരും? പി മൈനസ് ഇവിടുത്തെ പൈ പോയി കഴിഞ്ഞാൽ ഐ അല്ലേ? ഐഡന്റിറ്റി മെട്രിക്സ് ഈക്വൽ ടു 0 എന്നാണ്. നമ്മൾ 2 സൈഡും ട്രാൻസ്പോസ് എടുക്കും, ടേക്കിംഗ് ട്രാൻസ്പോസ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ എന്ത് വരും? പി മൈനസ് ഐ ട്രാൻസ്പോസ് പൈ ട്രാൻസ്പോസ് ഈക്വൽ ടു 0 ട്രാൻസ്പോസ് എന്നല്ലേ? എന്താണ് പി മൈനസ് ഐ? പി നമുക്കറിയാം. പി എന്താണ്? 0.3, 0.7, 0.4, 0.6 മൈനസ് ഐ. ഐ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെന്റ് മാത്രം 1, മറ്റേത് 0 ആണ്. ഇതിന്റെ ട്രാൻസ്പോസ് പിന്നെ എന്ത് വേണം? പൈ ട്രാൻസ്പോസ്. എന്താണ് പൈ ട്രാൻസ്പോസ്? പൈ 1 പൈ 2. പൈ എന്ന് പറഞ്ഞാൽ പൈ 1 പൈ 2 അല്ലേ? അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ കുത്തനെ വരും പൈ 1 പൈ 2 ഈക്വൽ ടു 0 ട്രാൻസ്പോസ് എന്താണ്? 0 0 0. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ആദ്യം നമുക്ക് ഇത് രണ്ട് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 0.3യിൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് 0.7. അടുത്ത എലമെന്റ് 0.7 ആണ്. അടുത്തെന്ത് വരും? 0.4. അടുത്തത് 0.6 നിന്ന് 1 കുറയ്ക്കുമ്പോഴത്തേക്ക് മൈനസ് 0.4. ഇതാണ് കിട്ടുന്നത്. ഇതിന്റെ ട്രാൻസ്പോസ് വേണം. ഇതിന്റെ ട്രാൻസ്പോസ് എന്നിട്ട് പൈ 1 പൈ 2 ഈക്വൽ ടു 0 0 എന്നാണ്. എന്താണ് ട്രാൻസ്പോസ്? ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആയിട്ട് എഴുതും. അതായത് മൈനസ് 0.7 0.7 സെക്കൻഡ് റോ സെക്കൻഡ് കോളം ഇൻറ്റു ഈ പൈ 1 പൈ 2 ഈക്വൽ ടു 0 0 എന്നാണ്. ഈ 2 മെട്രിക്സും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് മൈനസ് 0.7 പൈ 1 പ്ലസ് 0.4 പൈ 2 ഈക്വൽ ടു 0. അതേപോലെ 0.7 പൈ 1 മൈനസ് 0.4 പൈ 2 ഈക്വൽ ടു 0 എന്നല്ലേ? രണ്ടും സെയിം അല്ലേ? ഒന്ന് മറ്റേതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. ഫസ്റ്റ് ഇക്വേഷന് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. അപ്പൊ രണ്ടും എന്താണ്? ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ചൂസ് ചെയ്താൽ മതി. രണ്ടും ഡിപ്പെൻഡന്റ് അല്ലേ? ഒരു ഇക്വേഷൻ ചൂസ് ചെയ്താൽ മതി. ഇൻഡിപെൻഡന്റ് അല്ല, രണ്ടും ഡിപ്പെൻഡന്റ് ആണ്. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 2 ഇക്വേഷനും. അതുകൊണ്ട് ഒരു ഇക്വേഷൻ ചൂസ് ചെയ്യും. ഇനി എന്ത് ചെയ്യണം? അതായത് മൈനസ് 0.7 പൈ 1 ഈക്വൽ ടു എന്ത് പറയാം? അത് അപ്പുറത്ത് പോകുമ്പോഴേ മൈനസ് 0.4 പൈ 2 ഇങ്ങനെയല്ലേ? 2 സൈഡിലുള്ള മൈനസ് വെട്ടി കളയാം. ഇനി എന്താണ്? പൈ 1 ബൈ ഈ 0.4 താഴെ വരും ഈക്വൽ ടു പൈ 2 ബൈ ഈ 0.7 താഴെ വരും. ഇത് രണ്ട് ഈക്വൽ അല്ലേ? ഈക്വൽ ടു കെ എന്ന് പറഞ്ഞൂടെ? ഇത് രണ്ടും ഈക്വൽ ആണ്, ഈക്വൽ ടു കെ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? പൈ 1 ബൈ 0.4 കെ ആണ്. അപ്പൊ പൈ 1 എന്താണ്? 0.4 കെ എന്ന് കിട്ടും. ഇനി പൈ 2 ബൈ 0.7 എന്താണ്? അതും കെ ആണ്. അപ്പൊ പൈ 2 എന്ത് കിട്ടും? 0.7 കെ എന്ന് കിട്ടും. പൈ 1ഉം പൈ 2ഉം കിട്ടി. ഇനി എന്താണ്?
നമ്മൾ ഈ പൈ ഈക്വൽ ടു പൈ പി മാത്രം ചെയ്തപ്പോൾ ഇത്രയും കിട്ടിയത്. ഇനി എന്തും കൂടെ യൂസ് ചെയ്യണം, പൈ 1 പ്ലസ് പൈ 2 ഈക്വൽ ടു 1 ഇതും കൂടെ യൂസ് ചെയ്ത് വേണം സോൾവ് ചെയ്യാൻ. നമ്മൾ പൈ ഈക്വൽ ടു പൈ പി മാത്രം ചെയ്തു വന്നപ്പോൾ ഇപ്പൊ ഈ ഇത്രയും കിട്ടിയത്. ഇനി അടുത്ത റിലേഷൻ എന്താണ്, വി ഹാവ് പൈ 1 പ്ലസ് പൈ 2 ഈക്വൽ ടു 1. അപ്പൊ എന്ത് വരും, വി ഹാവ് പൈ 1 പ്ലസ് പൈ 2 ഈക്വൽ ടു 1. അതിൽ കൊടുക്കുമ്പോഴത്തേക്ക് പൈ 1 എന്താണ് 0.4k പ്ലസ് പൈ 2 എന്താണ് 0.7k ഈക്വൽ ടു 1 ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ 1.1k ഈക്വൽ ടു 1 ആണ്. അപ്പൊ k എന്ത് വരും 1/1.1 എന്ന് വരും. kക്ക് വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ പൈ 1 എന്താണ്, പൈ 1 എന്ന് പറയുന്നത് 0.4/k എന്ന് പറഞ്ഞാൽ 1/1.1 അല്ലേ, 1.1. പൈ 2 എന്താണ് 0.7/1.1. കണ്ടോ, ഇതിനെങ്ങനെ എഴുതാം, ഒരു 10 കൊണ്ട് മോൾ എന്താണ് ഇൻറ്റു ചെയ്താൽ 4/11 7/11 എന്നും കിട്ടും. അപ്പൊ നമുക്ക് പൈ 1 പൈ 2 കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി എന്താണ് എഴുതേണ്ടത്, അപ്പൊ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇതെന്ത് വരും, ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് ഫോം, ഇതാണ് ഫോം. അപ്പൊ അതിനകത്ത് പൈ 1 പൈ 2 വാല്യൂ കൊടുത്താൽ മതിയില്ല. അപ്പൊ എന്ത് കിട്ടി, ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി p റൈസ് ടു n എന്ന് പറയുന്നത് ഇതാണ് ഫോർമുല. ഇതിനകത്ത് കൊടുത്തപ്പോൾ എന്ത് കിട്ടി, പൈ 1 എന്ന് പറയുന്നത് 4/11, പൈ 2 എന്താണ് 7/11. വീണ്ടും ഒരിക്കൽ കൂടെ പൈ 1 എന്താണ് 4/11, പൈ 2 7/11. ഇതാണ് ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടോ, ഇത്ര ഉണ്ടായിരുന്നല്ലോ. ഓക്കെ.